നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മേയർ പദവിയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ പ്രതികരണവുമായി ഡോക്ടർ നിജി ജസ്റ്റിൻ. ഗാന്ധിജിയെയും ബൈബിളിനെയും ഉദ്ധരിച്ചായിരുന്നു മേയറുടെ മറുപടി. തൃശൂരിലെ എല്ലാ ആളുകളുടെയും ദാസനായിരിക്കാനാണ് തനിക്ക് ആഗ്രഹമെന്നും മേയർ. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും താൻ കോൺഗ്രസിന്റെ പ്രവർത്തകയായി തുടരുമെന്ന് കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസ്. മറ്റു കോൺഗ്രസ് കൌൺസിലർമാരോടൊപ്പം പ്രവർത്തിക്കും, എന്നാൽ അഴിമതി കണ്ടാൽ ശക്തമായി പ്രതികരിക്കുമെന്നും ലാലി ജെയിംസ്. ലാലി ജെയിംസിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ കള്ളിമുണ്ടെടുത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ഫണ്ട് ചോദിച്ചെന്ന ആരോപണം നേരിടുന്ന തന്റെ യഥാർത്ഥ അവസ്ഥ ഇതാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ജോസഫ് ടാജറ്റ് ഫോട്ടോയിലൂടെ പങ്കുവയ്ക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ മേരി തോമസിനെ തിരഞ്ഞെടുത്തു. 21 വോട്ടുകൾ നേടിയാണ് മേരി തോമസിന്റെ വിജയം. UDFൽ നിന്ന് മത്സരിച്ച EA ഓമനയ്ക്ക് 9 വോട്ടുകളാണ് ലഭിച്ചത്. മറ്റത്തൂരിൽ വൻ അട്ടിമറി. കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ച് BJPയുമായി സഖ്യമുണ്ടാക്കി. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് BJP പിന്തുണയോടുകൂടി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ചേലക്കര പഞ്ചായത്തിൽ UDFന് അട്ടിമറി വിജയം. CPM അംഗം UDFന് വോട്ട് ചെയ്തതോടുകൂടെ കോൺഗ്രസിലെ T ഗോപാലകൃഷ്ണൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. LDFും UDFും ഒപ്പത്തിനൊപ്പമുള്ള വേലൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDFലെ സ്വപ്ന രാമചന്ദ്രനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. LDFലെ ശുഭ അനിൽകുമാർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. വോട്ടെടുപ്പിൽ തുല്യത വന്നതോടുകൂടി നറുക്കെടുപ്പ് നടത്തിയത്. അവണിശ്ശേരി പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ചു. കോൺഗ്രസിലെ റോസിലി ജോയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ KV നഫീസിയെ തെരഞ്ഞെടുത്തു. UDF 7, LDF 7 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. തളി ബ്ലോക്ക് ഡിവിഷനിലെ UDF ലീഗ് സ്വതന്ത്രൻ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതോടുകൂടിയാണ് KV നഫീസിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. തിരുവിലാമല പഞ്ചായത്ത് പ്രസിഡന്റായി BJPയിലെ P കൃഷ്ണപ്രസാദ് ചുമതലയേറ്റു. 19 അംഗ ഭരണസമിതിയിൽ 10 വോട്ടുകളാണ് BJPക്ക് ലഭിച്ചത്. SDPI പിന്തുണയിൽ ചൊവ്വന്നൂർ പഞ്ചായത്തിൽ UDF അധികാരത്തിൽ. UDFന്റെ AM നിതീഷ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. BJP അംഗം തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. തൃശൂർ പൗരാവലിയും അതിരൂപതയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോൺ നത്താലെ കരോൾ ഘോഷയാത്ര നടന്നു. സെന്റ് തോമസ് കോളേജിൽ നിന്ന് ആരംഭിച്ച പാപ്പ റാലിയിൽ 15,000-ഓളം ക്രിസ്മസ് പാപ്പമാർ അണിനിരന്നു. 63ാമത് തൃശൂർ പൂരം എക്സിബിഷൻ പ്രഥമ ജനറൽ ബോഡി യോഗം പാറമേക്കാവ് അഗ്രശാലയിൽ നടന്നു. 2026 തൃശൂർ പൂരം പ്രദർശനത്തിന് ബജറ്റ് യോഗത്തിൽ അവതരിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ UDFലെ സുഭാഷിണി രാജീവ് പ്രസിഡന്റായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി വനിതാ സംവരണമായ ഈ വിഭാഗത്തിൽ നിന്ന് വിജയിച്ചത് സുഭാഷിണി രാജീവ് മാത്രമാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും വർധനവ്. പവന് 880 രൂപ വർദ്ധിച്ച് 1,03,560 രൂപയായി. ഗ്രാമിന് 12,945 രൂപയുമാണ് ഇന്നത്തെ വില. കുട്ടനല്ലൂർ C അച്യുതമേനോൻ ഗവൺമെന്റ് കോളേജിലെ 98-129 യൂണിറ്റുകളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് അളകപ്പ നഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജോർജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തിരുവിലാമല ഷോട്ടോക്ക് ആൻഡ് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആൻഡ് ടാൻ ഗ്രേഡിംഗ് തിരുവിലാമല വായനശാലയിൽ നടന്നു. സൈമൺ കുരിശിങ്കൽ, ആദിത് സൈമൺ, പഞ്ചായത്ത് അംഗം കൃഷ്ണപ്രസാദ്, രാജു വെട്ടുകാടൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ ബിന്ദു ഗിരീഷിനെ തിരഞ്ഞെടുത്തു. കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി K ഗോവിന്ദൻകുട്ടി വോട്ട് രേഖപ്പെടുത്തിയില്ല. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ ചെറുതാലപ്പലിയോടനുബന്ധിച്ച് നടന്ന ദേശപ്പൊങ്കാല ഭക്തിസാന്ദ്രമായി. പൊങ്കാല അടുപ്പിൽ മേൽശാന്തി കണ്ടകത്ത് ഭാസ്കരൻ നമ്പൂതിരി അഗ്നി തെളിയിച്ചു. തുടർന്ന് ഭക്തരുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് തീ പകർന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പ് പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.
സംസ്ഥാന സഹകരണ യൂണിയനും സഹകരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 72ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം 29 മുതൽ ജനുവരി 4 വരെ സംസ്ഥാനത്തുടനീളം സമുചിതമായി ആഘോഷിക്കും. ജവഹർലാൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കേരള സംസ്ഥാന പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ 10ാം വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് MT ഓഡിറ്റോറിയത്തിൽ നടക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ TG ശങ്കരനാരായണൻ ചുമതലയേറ്റു. പാറക്കോട്ടുകര ഡിവിഷനിൽ നിന്നാണ് TG ശങ്കരനാരായണൻ വിജയിച്ചത്. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റായി CPM-ലെ TK രാജു തെരഞ്ഞെടുക്കപ്പെട്ടു. 16 അംഗ ഭരണസമിതിയിൽ NDA അംഗങ്ങളായ 2 പേരും UDF അംഗമായ ഒരാളും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടപടികളിൽ നിന്നും വിട്ടുനിന്നു. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം കാട്ടാക്കാമ്പൽ പഞ്ചായത്ത് ഭരണം UDF പിടിച്ചെടുത്തു. കോൺഗ്രസിലെ K ജയശങ്കർ പ്രസിഡന്റായി അധികാരമേറ്റു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി NDF-ലെ അശ്വതി ബിബിയെ തെരഞ്ഞെടുത്തു. 16 അംഗങ്ങളുള്ള ബ്ലോക്കിൽ അശ്വതി ബിബിക്ക് 10 വോട്ടുകൾ ലഭിച്ചു. എതിർ സ്ഥാനാർത്ഥി UDF-ലെ റെജി ജോർജ് 6 വോട്ടുകളാണ് നേടിയത്. മറ്റത്തൂരിൽ കോൺഗ്രസ് BJP-യുമായി യാതൊരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ലെന്ന് DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ. സ്വതന്ത്രനായി വിജയിച്ച KR ഔസേപ്പിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കുകയും പഞ്ചായത്തിലെ പാർലമെന്ററി പാർട്ടി നേതാവായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണെന്ന് TM ചന്ദ്രൻ. രാഷ്ട്രീയ മര്യാദയും പ്രഖ്യാപിത നയങ്ങളും മറന്ന് BJP-യും കോൺഗ്രസും മറ്റത്തൂരിൽ ഒത്തുകളിച്ച് അട്ടിമറി നടത്തിയെന്നാരോപിച്ച് CPM പ്രവർത്തകർ 3 മുറിയിൽ പ്രകടനം നടത്തി. MR രഞ്ജിത്ത്, PK കൃഷ്ണൻകുട്ടി, PS പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP-യുമായി അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി മറ്റത്തൂരിൽ ഏതാനും നേതാക്കൾ കോൺഗ്രസിനെ നശിപ്പിച്ചുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. സജീർ ബാബു, നൌഷാദ് കല്ലുംപുറം, ശാലിനി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നേതാവ് പുന്ന നൌഷാദിനെ കൊലപ്പെടുത്തിയ പാർട്ടിയുമായാണ് കോൺഗ്രസ് ചൊവ്വൂരിൽ സഖ്യമുണ്ടാക്കിയതെന്ന് CPM. ചൊവ്വന്നൂരിൽ എന്ത് നിലപാടാണ് കോൺഗ്രസ് എടുക്കുന്നതെന്നറിയാൻ താൽപര്യമുണ്ടെന്ന് CPM. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിച്ചു. നമസ്കാരം.